നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ പ്രമിതാലക്ഷ്മി. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. നോക്കാം വാർത്തകൾ വിശദമായി. ആലപ്പുഴ മാന്നാറിൽ യുവതി കൊല്ലപ്പെട്ടത് 2009 ഡിസംബറിലെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വിദേശത്തായിരുന്ന അനിൽകുമാർ നാട്ടിലെത്തി 5 ദിവസത്തിനുള്ളിൽ കല കൊല്ലപ്പെട്ടു എന്ന് സാക്ഷിമൊഴി. കലയുമായി ബന്ധമുണ്ടായിരുന്ന ആലപ്പുഴ കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ 4 പേർക്ക് പങ്കെന്നും റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. 2009 ഡിസംബർ ആദ്യാഴ്ച രാത്രി തട്ടാരമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടതെന്ന് നിഗമനം. ഭർതൃവീട്ടിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. യാത്രാമധ്യേ കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായുണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനമായത്. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധം ചോദ്യം ചെയ്ത് കുട്ടമ്പേരൂർ സ്വദേശിയെ കേസിലെ 4-ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രദീപ് മർദ്ദിച്ചിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രദീപ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതി കാറിലാണെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2-ാം പ്രതി ജിനു കൊലപാതകം നടന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന് നിഗമനമെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒരു സെപ്റ്റി ടാങ്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരെ തുറക്കുന്നു. അവിടെ ഈ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെല്ലാം വലിയ പരിശോധന നടത്തുന്നു. എല്ലാം പകൽ പോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ ഒരു മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ആരുടെയെങ്കിലും ഒരു ബോഡി അടക്കം ചെയ്തതായി തെളിയിക്കപ്പെടുന്നതായ ഒരു കാര്യം പോലും അവിടെ നിന്നും പോലീസിന് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അനിൽകുമാറിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തി. 24 ആലപ്പുഴ. എന്നെങ്കിലും ഒരു ദിവസം അമ്മ തിരിച്ചുവരും എന്ന വിശ്വാസത്തിലാണ് ആലപ്പുഴ മാന്നാറിലെ കലയുടെ മകൻ ഇപ്പോഴും. കല മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരെയും പ്രതികൾ വിശ്വസിപ്പിച്ചത്. പ്രതികൾ പലപ്പോഴും കലയെപ്പറ്റി അന്വേഷിക്കാറുണ്ടായിരുന്നുവെന്ന് കലയുടെ ബന്ധുക്കളും പറയുന്നു. 1.5 പതിറ്റാണ്ടായി കലയെ ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ആർക്കും തോന്നാവുന്ന സംശയം. അവിടെയാണ് പ്രതികളുടെ സാമർഥ്യം. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഭർത്താവ് അനിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ കല വീട് വിട്ടെന്നുമാണ് പ്രചരിപ്പിച്ച കഥ. കലയെ കാണാതാകുമ്പോൾ മകന് പ്രായം 2 വയസ്സ്. ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ മാതാവിനോട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും തോന്നിയ നീരസം ഇത്രയും കാലം പ്രതികൾക്ക് ഗുണം ചെയ്തു. അച്ഛനെ അവിശ്വസിക്കാൻ 17 വയസ്സായ മകൻ ഇപ്പോഴും തയ്യാറല്ല. ജീവനുണ്ട്, അത് എനിക്ക് കുഴപ്പമുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയടാ, എനിക്കും ഇതില്ല, എന്തോ ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, സൂചന കിട്ടില്ല, ഞാൻ അമ്മയെ കൊണ്ടുവരും. നമ്മുടെ അമ്മ കഷ്ണം എനിക്കുണ്ടാവും, ഞാൻ കൊണ്ടുവരും അമ്മയെ. ഭർതൃവീട്ടിൽ കല ജാതി അധിക്ഷേപം നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ അനിലുമായി നല്ല ബന്ധത്തിലായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ദമ്പതികൾ കുറേക്കാലം വാടകയ്ക്ക് താമസിച്ചെന്നും കലയുടെ അമ്മയുടെ സഹോദരി ശോഭനാകുമാരി പറഞ്ഞു. ജാതിപരമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിമ്മയ്ക്കാണ്. ഇവളുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നെന്നാണ് പറയുന്നത്. ഇവളെ ജാതിയിൽ അവളെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഇവർ 2 വാടകയ്ക്ക് താമസിച്ച് ഈ വഴക്കുകൊണ്ട്. കല മറ്റാർക്കോ ഒപ്പം സുഖമായി ജീവിക്കുന്നുവെന്നാണ് ബന്ധുക്കൾ വിശ്വസിച്ചിരുന്നത്. സ്വന്തം പിതാവ് മരിച്ചപ്പോൾ പോലും കല വരാതിരുന്നത് ജാള്യത കൊണ്ടാകുമെന്നും കരുതി. പ്രതികൾ ഇത്രയും കാലം സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും കലയുടെ മാതൃസഹോദരിയുടെ മകൾ സിന്ധു. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള കൂട്ടത്തിലാണ്. ഇവരൊക്കെ ഞങ്ങളോട് വന്ന് നല്ല സഹകരണമുള്ള കൂട്ടത്തിലാണ്. ഈ കൊണ്ടുപോയ സോമനും പ്രമോദ് എന്നൊക്കെ പറയുന്നത്. 2 മാസം മുൻപ് തുടങ്ങിയ അന്വേഷണത്തിൽ കലയെക്കുറിച്ച് നാട്ടിൽ പ്രചരിച്ച കഥയും മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസിനെ കുഴപ്പിച്ചു. മുഖ്യസാക്ഷി സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കല കൊല്ലപ്പെട്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. 24 ആലപ്പുഴ.
മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്നും പ്രതിപക്ഷം ഇറുതിയിൽ എണ്ണയൊഴിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് മണിപ്പൂരിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചുവെന്നും രാജ്യസഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. മണിപ്പൂർ വിഷയത്തിൽ മൗനം രാജ്യസഭയിൽ ഭേദിച്ച നരേന്ദ്രമോദി കോൺഗ്രസിനെ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തി. മണിപ്പൂരിൽ രാഷ്ട്രീയം കളിക്കരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നു, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് 10 തവണ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടുത്തേത്. അതറിയാവുന്ന കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് വിഷയത്തെ ഉപയോഗിച്ചു. മണിപ്പൂർ ജനത വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളയും. 11,000 से ज्यादा FIR की गई है, 500 से ज्यादा लोग अरेस्ट हुए हैं. आज मणिपुर के अधिकांश हिस्सों में स्कूल चल रहे हैं, कॉलेज चल रहे हैं, दफ्तर और दूसरे संस्थान खुले रहे हैं. NDAയുടെ വൻ വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമം നടക്കുന്നു. ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണ്. 3-1 പ്രധാനമന്ത്രി എന്ന പരിഹാസത്തെ തള്ളിയ മോദി 3-1 കാലമേ ഭരണം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്ന് അവകാശപ്പെട്ടു. ഭരണഘടന തനിക്ക് സർവോപരിയാണ്. बाबा साहब आम्बेडकर ने जो संविधान दिया है उसने हम जैसे लोगों को अवसर दिया. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നീണ്ടതോടെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഇടപെട്ട് സംസാരിക്കാൻ സമയം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ഇതിന് തയ്യാറായില്ല. നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കവാടത്തിൽ പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ ഉപസംഹാര പ്രസംഗത്തിന് പിന്നാലെ നന്ദി പ്രമേയം പാസാക്കി രാജ്യസഭ ബഡ്ജറ്റ് സമ്മേളനത്തിനായി പിരിഞ്ഞു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഹാഥ്രസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഉത്തർപ്രദേശ് സർക്കാർ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. കേസെടുത്തതിന് പിന്നാലെ ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ പോയി. ഇയാളുടെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളിമാറ്റിയതാണ് അപകട കാരണമെന്നാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നിഗമനം. 121 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നിലവിലെ അന്വേഷണങ്ങൾക്ക് സമാന്തരമായാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു. कौन इसके पीछे है, इन सभी पहलुओं को लेकर के राज्य सरकार ने तय किया है कि हम इसका एक जुडिशियल इंक्वायरी भी करवाएंगे और जुडिशियल इंक्वायरी हाईकोर्ट के एक रिटायर्ड जज की अध्यक्षता में होगी, जिसमें प्रशासन और पुलिस के भी रिटायर्ड सीनियर अधिकारियों को रख करके इस पूरी घटना की तह में ആശീർവാദത്തിനായി ആൾദൈവം ഭോലെ ബാബയുടെ അടുത്തേക്ക് വന്നവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിമാറ്റിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ വിലയിരുത്തൽ. ചിതറിയോടിയ ആളുകൾ തൊട്ടടുത്ത പാടത്തേക്ക് വഴുതി വീണുവെന്നും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നൽകിയ കത്തിൽ പറയുന്നു. പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റം ചുമത്തി. അപകടം നടന്നതിന് പിന്നാലെ ദുരന്തബാധിതരുടെ ചെരുപ്പും മറ്റു വസ്ത്രങ്ങളും നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് നടപടി. അപകടം നടന്ന ഫുൾറായിൽ രാവിലെ ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തി. 80,000 പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുണ്ടായിരുന്ന വേദിയിലാണ് 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയത്. ആർ അച്യുതൻ, 24, ഹത്രാസ്. സംസ്ഥാനത്ത് രാസലഹരിയുടെ മൊത്ത വിൽപ്പനക്കാരൻ തൃശൂരിൽ പിടിയിലായി. കണ്ണൂർ സ്വദേശി ഫാസിലാണ് പിടിയിലായത്. 2.5 കിലോയോളം MDMA പോലീസ് ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഒല്ലൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഫാസിലിന്റെ കാറിൽ നിന്ന് MDMA പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ആലുവയിലെ ഫ്ളാറ്റിൽ ലഹരി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചു. പോലീസ് സംഘം ആലുവയിലെത്തി പരിശോധന നടത്തിയാണ് മുഴുവൻ ലഹരി വസ്തുക്കളും പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെത്തിക്കുന്ന MDMA ഹോൾസെയിൽ നിരക്കിൽ വിതരണം ചെയ്യുകയായിരുന്നു ഫാസിലിന്റെ രീതി. ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലും ഇയാൾ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. നമുക്കൊരു 2.4 കിലോഗ്രാമിനടുത്ത് വരുന്ന MDMA പിൽസ് ഫോമിൽ, ടാബ്ലറ്റ്സ് ഫോമിൽ എക്സ്റ്റസി എന്ന് അറിയപ്പെടുന്ന MDMA നാം പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യലും ചെയ്തതിനു ശേഷമേ കൃത്യമായിട്ട് എവിടെ നിന്ന് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24, തൃശൂർ. കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ഗൗരവതരമെന്ന CPIMന്റെ വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. കേന്ദ്ര കമ്മിറ്റിയിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്തകൾ യെച്ചൂരി തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി കോഴിക്കോട് ഇന്ന് CPIM മേഖലാതല റിപ്പോർട്ടിംഗ് നടന്നു. ഓരോ മണ്ഡലങ്ങളിലെയും തോൽവിയുടെ കാരണങ്ങളും സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യവും ചർച്ചയായി. കേന്ദ്ര സഹായം ലഭിക്കാത്തത് ജനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിച്ചു. ഇതിന് കാരണം BJP സർക്കാരാണെങ്കിലും LDFന് തിരിച്ചടിയായി എന്നാണ് CPIM വിലയിരുത്തൽ.
പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതും ഗൗരവമായി കാണുമെന്ന് യോഗത്തിന് ശേഷം സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. And we have identified some of the reasons which we think need to be corrected, and that will be done, and you will know after the next state committee meeting when these corrective measures will be announced. കേന്ദ്ര കമ്മിറ്റിയിൽ തനിക്കെതിരെ EP ജയരാജൻ വിമർശനം ഉന്നയിച്ചെന്ന പത്രവാർത്ത അടിസ്ഥാനരഹിതമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. 24 കോഴിക്കോട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്തും. ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. നിലവിലെ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ഉടൻ സ്ഥാനമൊഴി. 5 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയ സാഹചര്യത്തിലാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും എത്തുന്നത്. റാഞ്ചിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനം. നിലവിലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതി അധ്യക്ഷനാകും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹേമന്ത് സോറൻ ED കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സോറൻ മുഖ്യമന്ത്രിയാകണമെന്ന നിർണായക തീരുമാനം. BJPയുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഭൂമി അഴിമതി കേസിൽ ജനുവരി 31 രാത്രിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. 24 ഡൽഹി. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് ഒത്തുതീർപ്പായി. പരാതിക്കാരനായ ഉമർ ഷെരീഫിൽ നിന്ന് മുൻകൂർ വാങ്ങിയ പണം DGP പലിശ സഹിതം തിരികെ നൽകി. പണം കിട്ടിയ കാര്യം പരാതിക്കാരൻ തിരുവനന്തപുരം അഡീഷണൽ കോടതി അറിയിച്ചു. സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം രക്ഷിക്കാൻ പരാതിക്കാരനുമായി 2 ദിവസം തുടർച്ചയായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഒത്തുതീർപ്പിലെത്തിയത്. ഉമർ ഷെരീഫിന്റെ കയ്യിൽ നിന്നും 3 തവണകളായി വാങ്ങിയ 30 ലക്ഷവും പലിശയും അടക്കമുള്ള തുക തിരിച്ചു നൽകി. പണം കിട്ടിയ വിവരം ഉമർ ഷെരീഫ് വക്കീൽ മുഖേന കോടതിയെ അറിയിച്ചു. രമ്യ ഹർജി ഫയൽ ചെയ്തു. മെയ് 28-നാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള 10.8 സെന്റ് സ്ഥലം ജപ്തി ചെയ്ത് ഉത്തരവിറക്കിയത്. ബാധ്യത ഉണ്ടെന്നുള്ള വിവരം മറച്ചുവെച്ച് വിൽപ്പന നടത്തിയതിനാണ് കോടതി നടപടി. പരാതിക്കാരന് പണം നൽകുന്ന പക്ഷം ജപ്തി പിൻവലിക്കുമെന്നും വിധിയിലുണ്ടായിരുന്നു. പണം തിരിച്ചു നൽകിയതോടെ സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടായ സംഭവത്തിനാണ് തിരശീല വീഴുന്നത്. 24 തിരുവനന്തപുരം. മൂന്നാറിലെ വ്യാജ പട്ടയം സംബന്ധിച്ച കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച സർക്കാർ. ഉത്തരമേഖല IG K സേതുരാമനാണ് ചെയർമാൻ. ഇടുക്കി മുൻ കളക്ടർ H ദിനേശനും ഇടുക്കി നർക്കോട്ടിക് സെൽ DYSP പയസ് ജോർജുമാണ് മറ്റംഗങ്ങൾ. അന്വേഷണ സംഘം രൂപീകരിച്ചതിന്റെ ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. വ്യാജ പട്ടയക്കേസിൽ CBI അന്വേഷണത്തിന് തടയിടുക ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. കേസിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് പ്രത്യേക സംഘം അന്വേഷിക്കും. വ്യാജ പട്ടയത്തിലെ അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന എന്നിവയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ച് ആഭ്യന്തര വകുപ്പാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. അതേസമയം കയ്യേറ്റത്തിന് പിന്നിൽ മാഫിയകളുണ്ടെന്നും രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മാത്രമേ ഇതൊക്കെ നടക്കൂവെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഓരോ കേസും പ്രത്യേകം പരിശോധിക്കുന്നതിനായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല. നിലവിൽ തീർപ്പാക്കിയ കേസുകളും പരിശോധനാ പരിധിയിൽ വരും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഭൂപതിവ് നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. നിയമവകുപ്പിന്റെ അഭിപ്രായവും നിലവിലുള്ള കേസുകളും പരിഗണിച്ചാകും ചട്ടങ്ങൾ തയ്യാറാക്കുക. പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കില്ലെന്നും മന്ത്രി K രാജൻ 24നോട് പറഞ്ഞു. ഭൂപതിവ് നിയമമനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. ഇത് മറികടക്കാനാണ് നിയമ ഭേദഗതി. ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതോടെ ചട്ടനിർമ്മാണത്തിലേക്ക് കടക്കും. നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്നും നിലവിലുള്ള കേസുകൾ കൂടി പരിഗണിച്ചാകും പുതിയ ചട്ടങ്ങളെന്നും റവന്യൂ മന്ത്രി K രാജൻ. നമുക്ക് ആഗസ്റ്റ് മാസത്തിലേക്ക് ചട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. MCC കഴിഞ്ഞ് സഭ കൂടുകയാണ്. സഭ കഴിഞ്ഞാൽ ഉടനെ ചട്ടഭേദഗതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമപരമായ അഭിപ്രായങ്ങളും നിലവിലുള്ള കേസുകളുടെ പൊതു സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചട്ടഭേദഗതിയിലേക്ക് കിടക്കും. ഏറ്റവും വേഗത എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഒരു 2 മാസക്കാലത്തെ സമയം ആവശ്യമായിട്ട് വരും. കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ഫീസ് ഈടാക്കില്ല. ഇത് സർക്കാരിന്റെ താല്പര്യമാണ്. സാധാരണക്കാരായ ആളുകൾക്ക്
ഒരു ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അധികഭാരവും ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കും ചട്ടഭേദഗതി കൊണ്ടുവരിക. അക്കാര്യത്തിൽ സർക്കാരിന് തന്നെ താല്പര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബർഡൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകില്ല. വീട് നിർമ്മാണത്തിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമിയിൽ ജീവനോപാധിക്കായി നടത്തിയ നിർമ്മാണങ്ങൾ ഹൈക്കോടതി വിധിയോടെ അനധികൃതമായി മാറി. ഇത് 10,000-കണക്കിന് ആളുകളെ പ്രതിസന്ധിയിലാക്കി. ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ ജനജീവിതം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നിയമഭേദഗതിക്ക് തീരുമാനിച്ചത്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള നിർമ്മാണത്തിന് വകയിരുത്തിയിരിക്കുന്നത് 1957 കോടി രൂപ. 2026 മാർച്ച് മാസത്തോടെ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് A. തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കർഷക കോൺഗ്രസ്. മണ്ഡലത്തിൽ ജില്ലക്കാരനായ കർഷകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് KPCCക്ക് കത്ത് നൽകി. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കയ്ക്ക് കത്തു നൽകി. മരണവീടുകളിൽ പോലും മര്യാദകൾ പാലിക്കുന്നില്ലെന്നും വിമർശനം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ വർഷം ഇംഗ്ലീഷിന് പീരീഡ് അടിസ്ഥാനത്തിൽ അധ്യാപക തസ്തിക നിർണയിക്കും. അധികമായി വേണ്ട HST ഇംഗ്ലീഷ് തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കുർബാന തർക്കത്തിലെ സമവായ നിർദ്ദേശങ്ങളുടെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന ആരംഭിച്ചു. ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണി പള്ളിക്ക് സമീപത്തെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മുടപ്പുഴ സ്വദേശി ആൻഡോ, ഭാര്യ ജിസു എന്നിവരാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് ഇവരെ കാണാതായത്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണ് CPI നിലപാടെടുക്കുന്നത് എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തോൽവി അംഗീകരിച്ചാലേ മുന്നോട്ട് പോകാനാകൂ. നമ്മുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്താണെന്ന് പരിശോധിക്കണം. ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസ്യപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടും. CPI നല്ലതെന്നും CPIM മോശമാണെന്നും CPIക്ക് അഭിപ്രായമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നീറ്റ് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഇന്ത്യ സഖ്യത്തിലെ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്തേറിയത്. പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം, പരീക്ഷ വീണ്ടും നടത്തണം തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലായെന്ന് വിമർശനം. Demanding scrapping of NTA, demanding the resignation of Dharmendra Pradhan, the education minister. Lakhs of students are living in uncertainty every day inside this country. Students don't know when they will get admission. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. SFI, AISF എന്നീ സംഘടനകൾ നാളെ ദേശീയ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. SSLC കഴിഞ്ഞവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശം ആവേശത്തിൽ പറഞ്ഞതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പരാമർശം മന്ത്രി സജി ചെറിയാൻ തിരുത്തും. മുമ്പും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ തിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സജി ചെറിയാനെ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ. മുമ്പും അങ്ങനെയാണല്ലോ. മുമ്പ് അതിന്റെ പേരിൽ ഒരുപാട് ത്യാഗാനുഭവിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ ഒരു ശുദ്ധ മനസ്സുകൊണ്ടങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. സത്യമൊന്നുമല്ലോ. 2020 ലോകകപ്പ് നേട്ടത്തിന് ശേഷം ടീം ഇന്ത്യ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. നാളെ രാവിലെ 6 മണിക്ക് ടീം ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കും. ആരാധകർക്കൊപ്പം മുംബൈയിലാണ് ടീമിന്റെ ആഘോഷം. തുറന്ന ബസ്സിൽ നരിമാൻ പോയിന്റിൽ മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ടീമിന്റെ വിക്ടറി പരേഡ്. തുടർന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ താരങ്ങളെയും പരിശീലകരെയും BCCI ആദരിക്കും. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.